ആ നല്ല ക്വാളിറ്റിയുള്ള കക്ക വന്ന് നമ്മൾ ഇവിടെ വന്ന് മെഷീനിൽ പൊടിക്കുകയാണ് ചെയ്യുന്നത്. കക്കൊക്കെ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ. അതെ, കക്ക എടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വളരെ ചീപ്പായ കക്കകൾ കിട്ടും. പച്ചക്കക്കപ്പൊടി ഏതൊക്കെ കൃഷിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? ഈ പച്ചക്കക്കപ്പൊടി എല്ലാ കൃഷിക്കും ഉപയോഗിക്കാം. F0 എന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്തായിട്ട് പോട്ട ആശ്രമത്തിന് തൊട്ടടുത്തായിട്ട് ഒരു കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഹൈഫീൽഡ് കേരള ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് വരുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയണ്ടേ? സാധാരണ നമ്മൾ കൃഷിക്ക് നമ്മൾ കുമ്മായൊക്കെ ഉപയോഗിക്കലുണ്ട് അല്ലെ ആദ്യ കാലഘട്ടങ്ങളിൽ. എന്നാൽ അതിന് വലിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് പച്ചക്കക്ക പൊടിച്ചുകൊണ്ട് ഏറ്റവും നല്ല കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണ് ഈ പച്ചക്കക്ക പൊടിച്ചിട്ട് കൃഷികൾക്ക് ഇട്ടുകൊടുക്കുക എന്ന് പറയുന്നത്. ആ ഒരു പ്രൊഡക്ഷൻ ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ ഇതിന്റെ വിശേഷം നമുക്ക് കാണാം. നേരെ കമ്പനിക്കകത്തേക്ക്. ഹൈഫീൽഡ് കേരള കമ്പനിയുടെ പാർട്ണറായിട്ടുള്ള ജോസേട്ടിന് ഇപ്പം എൻ്റെ മുന്നിലുള്ളത്. ജോസേട്ട്, ഇങ്ങനെ ഒരു സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? നമ്മൾ ആദ്യകാലങ്ങളിൽ പരമ്പരാഗതമായിട്ട് നമ്മൾ കുമ്മായാണ് ഉപയോഗിച്ചിരുന്നത് ഈ കൃഷി രീതിക്ക്. അതിന് ഒരുപാട് കുറവുകൾ നമ്മൾ മനസ്സിലാക്കി. കൃഷിയിൽ നമ്മുടെ മിത്രക്കുമിളുകൾ ഒരുപാട് നശിച്ചു പോണ്. പിന്നെ ഈ കുമ്മായ ഇട്ട് നമുക്കൊരു മണ്ണ് ഒരു 10-15-20 ദിവസം ട്രീറ്റ് ചെയ്താലാണ് നമുക്കത് വീണ്ടും പ്ലാന്റ് നടാനും വളമിടാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ പിന്നെ ഓർഗാനിക് കൃഷി ചെയ്യണവർക്ക് കുമ്മായ ഉപയോഗിക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് നമ്മൾ പച്ചക്കക്ക പൊടിച്ച് കാൽസ്യം കാർബണേറ്റിലേക്ക് മാറിയത്. അങ്ങനെയാണ് ഈ പച്ചക്കക്ക പൊടിക്കുന്ന സംരംഭം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വന്തമായിട്ട് കൃഷിയൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്? ഉണ്ട്. നമ്മൾ ഒരു കാലങ്ങളായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നവരാണ്. പല പ്ലാന്റേഷനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പല പരീക്ഷണങ്ങളും നടത്തിയപ്പോൾ പച്ചക്കക്കയാണ് ഏറ്റവും കൂടുതൽ റിസൾട്ടായിട്ട് നമുക്ക് തോന്നിയത്. ഈ പച്ചക്കക്ക ഇടുന്ന സമയത്തുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? പച്ചക്കക്ക ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അന്ന് തന്നെ വേറെ വളങ്ങളും എല്ലാം കൂടി പോട്ടി മിക്സിൻ്റെ കൂടെ പച്ചക്കക്കയും ചെടിയും അന്ന് തന്നെ നമുക്ക് നടാൻ പറ്റും. പിന്നെ pHന്റെ ഒരുപാട് കൂടി പോവില്ല എന്ന് പറഞ്ഞാൽ ആൽക്കലൈനിറ്റിയിലേക്ക് ഒരുപാട് പോകും. കുമ്മായ ഇടുമ്പോൾ 14ലേക്കൊക്കെ പോകും. ന്യൂട്രൽ വാല്യൂ ഈ പച്ചക്കക്ക ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 7ൽ ന്യൂട്രൽ മാക്സിമം 7.5 വരെ പോവുള്ളൂ. അതുകൊണ്ട് യാതൊരു പ്രോബ്ലം ഇല്ല. ചെടിക്ക് വേറൊരു സ്ട്രെസ്സോ സ്ട്രെയിനോ ഒന്നും വരില്ല. നമുക്ക് ഏത് സമയത്തും ഇത് യൂസ് ചെയ്യാൻ. വെറുതെ മോയ്സ്ചർ ഒന്ന് നനച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മോയ്സ്ചറുള്ള മണ്ണിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കുമ്മായം നമ്മൾ ഉപയോഗിക്കുമ്പോൾ 50 ദിവസം കൊണ്ട് അത് മഴ പെയ്ത് അതിൻ്റെ കാൽസ്യവും എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടു പോകും. ഇതാണെങ്കിൽ നമ്മൾ ഈ പച്ചക്കക്ക പൊടിച്ച കാൽസ്യം കാർബണേറ്റ് ഈ പച്ചക്കക്ക ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 1 കൊല്ലം വരെ pHനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ പറ്റും. ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കും. ഓക്കെ, ഇത് നിങ്ങൾ പിന്നെ പച്ചക്കക്ക ബൾക്കായിട്ട് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനെന്താ പൊടിച്ചിട്ട് അതിന്റെ സിസ്റ്റം എങ്ങനെ വരുന്നത്? ഇതിന്റെ പ്രൊഡക്ഷൻ രീതിയെ പ്രോസസ് എങ്ങനെ വരുന്നത്? നമ്മൾ ഇത് കായലിലെ കക്ക, അതാണ് വലിയ കക്ക നോക്കി എടുക്കും. അതിലാണ് ഏറ്റവും കൂടുതൽ ന്യൂട്രലൈസിങ് വാല്യൂ ഉള്ളത്. അത് 100ന്റെ ന്യൂട്രലൈസിങ് വാല്യൂ ഉണ്ട്. അതുപോലെ കാൽസ്യത്തിന്റെ കണ്ടന്റ് ഒരു 50% ഉണ്ട്. അപ്പോൾ നമ്മൾ ആ നല്ല ക്വാളിറ്റിയുള്ള കക്ക വന്ന് നമ്മൾ ഇവിടെ വന്ന് മെഷീനിൽ പൊടിക്കുകയാണ് ചെയ്യുന്നത്. കക്കൊക്കെ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ. അതെ, കക്ക എടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വളരെ ചീപ്പായ കക്കകൾ കിട്ടും. പക്ഷെ അതിൽ നമുക്ക് ന്യൂട്രലൈസിങ് വാല്യൂ എന്ന് പറഞ്ഞാൽ pH കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ കൂട്ടാനുള്ള ആ ന്യൂട്രലൈസിങ് വാല്യൂ കൂടുതലുള്ള കക്ക തന്നെയായിരിക്കണം നമ്മൾ യൂസ് ചെയ്യാൻ. കക്ക നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ നേരായിട്ട് ക്രഷ് ചെയ്യാണ്. ഈ മെഷീനറി എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവായ മെഷീനാണ്. ഈ കക്കയ്ക്ക് ഭയങ്കര അരമുള്ള കാരണം കൊണ്ട് ഇത് പെട്ടെന്ന് മെഷീൻ്റെ എല്ലാ പാർട്സും തേഞ്ഞു തീർന്നു പോകും. സാധാരണക്കാർ പലരും തുടങ്ങി അത് മുഴുവൻ പൂട്ടിപ്പോയി. കാരണം അവരെ കൊണ്ട് അത് മെഷീൻ മെയിൻ്റെനൻസ് കോസ്റ്റ് അവരെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത കാരണം കൊണ്ട് പലരും ഈ സമരത്തിൽ നിന്ന് പിന്മാറിപ്പോയി. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും? അത് കക്ക അത്ര സ്ട്രോങ് ആയതുകൊണ്ട്. കക്ക അത്ര സ്ട്രോങ് ആണ്. അതിന് ഭയങ്കര മണലൊക്കെ പോലത്തെ ഭയങ്കര അരമാണ്. അരം മീൻസ് നമ്മൾ ഭയങ്കര ഈ സാൻഡ് പേപ്പർ പോലത്തെ ഒരു സാധനമാണ്. എല്ലാം സാധാരണ ഇരുമ്പൊക്കെ അപ്പോൾ തന്നെ അതിൻ്റെ ബീറ്റർ എന്ന് പറയും, അതൊക്കെ പെട്ടെന്ന് തേഞ്ഞു തീർന്നു പോകും. അപ്പോൾ നമുക്കതിൽ അതെ ഇരുമ്പൊക്കെ വളരെ 1 ടൺ പൊടിച്ചാൽ തേഞ്ഞു പോകും. സാധാരണ ഇരുമ്പൊക്കെ അതായിട്ട് ഉപയോഗിക്കണം. ഇത് അതിന് വലിയ മെറ്റൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിന്റെ ബീറ്റേഴ്സും മെഷീന്റെ പാർട്സും എല്ലാം നമ്മൾ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് ഒരു ഭാഗത്ത് ഇട്ട് കൊടുക്കണം, മറ്റൊരു ഭാഗത്തേക്കായിട്ട് നല്ല രീതിയിൽ അത് പൊടിയുന്നതിനും പ്രത്യേക വെച്ചിട്ട് പൊടിയാണ്. ഫുള്ളി നൈസ് പൗഡർ, ഫൈൻ പൗഡർ ആവാൻ പാടില്ല. ഫൈൻ പൗഡർ ആയി കഴിഞ്ഞാൽ ഇത് മഴയത്തൊക്കെ ഒലിച്ചു പോകും. അപ്പോൾ ഇതിൽ ഫൈൻ പൗഡറും ഉണ്ട്, തരികളും ഉണ്ട്. അപ്പോൾ ഫൈൻ പൗഡർ പോയിട്ട് പെട്ടെന്ന് pH കറക്റ്റ് ചെയ്യും. തരികൾ സ്ലോലി, മഴയുടെ pH 5.5 ആണ്. അപ്പോൾ ഒരുപാട് മഴ കിട്ടുമ്പോൾ വീണ്ടും pH താഴുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഈ തരികൾ അതിൽ അലിഞ്ഞു ചേർന്ന് pHനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തും. അത് പൊടിച്ചു വരുന്നതൊക്കെ അതും ശ്രദ്ധ കൊടുക്കണം. അതെ, എല്ലാം കറക്റ്റ് ആയിട്ട് നോക്കണം. ഇനി എനിക്ക് അറിയേണ്ടത്, നമ്മൾ സാധാരണ രീതിയിൽ ഒരു കൃഷിക്ക് എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കേണ്ടത്, അതേപോലെ തന്നെ ഈ പച്ചക്കക്കപ്പൊടി
ഏതൊക്കെ കൃഷിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? ഈ പച്ചക്കക്കപ്പൊടി എല്ലാ കൃഷിക്കും ഉപയോഗിക്കാം. നമ്മൾ വളങ്ങൾ ഇപ്പം നമ്മളൊരു ചെടിക്ക് ആവശ്യമായ വളം എന്ന് പറഞ്ഞാൽ NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, അത് പ്രൈമറി മൂലകമാണ്. അതുപോലെ തന്നെ സെക്കൻഡറി ഉണ്ട്, കാൽസ്യം, മെഗ്നീഷ്യം, സൾഫർ. അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് 9 മൂലകങ്ങളുണ്ട്. ഇതെല്ലാം ചെടിക്ക് ആവശ്യമാണ് ഒരു ചെടി വളരാൻ. ഇതെല്ലാം ഉണ്ടെങ്കിലും അതിലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് pH കറക്റ്റാക്കിയിട്ട് ചെടി നടാന്നുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ചെടി നടുമ്പോൾ നമ്മൾ ചെടിയുടെ മണ്ണിൻ്റെ pH 7-ലാക്കണം, ന്യൂട്രലാക്കണം. അപ്പോൾ ഈ പച്ചക്കക്കപ്പൊടി എല്ലാ പ്ലാന്റ്സിനും ഫ്രൂട്ട്സിനും ഉപയോഗിക്കാം. എല്ലാ തരം കൃഷിക്കും നമുക്ക് പച്ചക്കക്ക പൊടിച്ചത് ഉപയോഗിക്കാം. നമ്മുടെ പച്ചക്കക്ക പൊടിച്ചത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ സെക്കൻഡറി മൂലകം ഞാൻ പറഞ്ഞല്ലോ, കാൽസ്യം, മെഗ്നീഷ്യം, സൾഫർ, അതിൽ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും ഇത് ഉപയോഗിച്ചാൽ നമുക്ക് മാറും. കാരണം കാൽസ്യത്തിൻ്റെ 50%ഓളം ഈ വളത്തിൽ കാൽസ്യം ഉണ്ട്. പച്ചക്കക്കയിൽ 50% ഓഫ് അടുത്ത് നമുക്കിതിൽ കാൽസ്യം ഇതിൽ നിന്ന് കിട്ടും ചെടിക്ക്. അപ്പോൾ കാൽസ്യത്തിന്റെ കുറവുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇത് പരിഹരിക്കും. നമ്മുടെ മണ്ണിൽ ഭയങ്കര കാൽസ്യത്തിന്റെ കുറവാണ്. ഈ മഴ പെയ്ത് ഇതുപോലെ വെള്ളം ഒലിച്ചു പോണ കാരണം കൊണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ഡെഫിഷ്യൻസി ഉണ്ട് കാൽസ്യത്തിന്, മണ്ണ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഇത് ഉപയോഗിച്ചാൽ പിന്നെ യാതൊരു കാരണവശാലും നമ്മുടെ കൃഷിക്ക് ബാധിക്കില്ല. സാധാരണ ഒരു മനുഷ്യൻ എന്തൊക്കെ കൊടുക്കണോ അതുപോലെ തന്നെ നമ്മൾ കൃഷിക്കും അതെ, കൃഷിക്ക് നമ്മളൊരു തൈ നട്ടിട്ട് അങ്ങോട്ട് പോയാൽ പോരാ, എന്തെങ്കിലും കൊടുത്താലും അതെ, നമ്മൾ കൃഷി വളങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. അതുപോലെ തന്നെ pH-ന് അതിൻ്റെതായ നല്ല ഇമ്പോർട്ടൻസും ഉണ്ട്. ഐ ഫീൽ കേരള നഴ്സറി എന്ന് പറഞ്ഞൊരു നഴ്സറി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പച്ചക്കക്കപ്പൊടിയുടെ സംരംഭം തുടങ്ങിയിട്ട് 2 കൊല്ലത്തിന് മേലെയായി നമ്മൾ ഈ സംരംഭം തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരുപാട് നമ്മുടെ ക്ലയൻസ്, ഒരുപാട് ആളുകൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് അതുപോലെ തന്നെ നല്ല ചെടികൾ കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു 10.5 ഏക്കറോളം സ്ഥലത്ത് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹൈഫീൽഡ് കേരള നഴ്സറി. അതും ഈ പോട്ട ആശ്രമത്തിൻ്റെ അടുത്താണ്, തൃശ്ശൂരിൽ, ചാലക്കുടിയിൽ. ഒത്തിരി വെറൈറ്റീസ് ആയിട്ടുള്ള തൈകളാണോ നിങ്ങൾ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ മെയിനായിട്ട് ഫ്രൂട്ട്സ് പ്ലാന്റ്സാണ് ചെയ്യണേ. അത് എക്സോട്ടിക് ഫ്രൂട്ട്സ് പ്ലാന്റ്സ്, പിന്നെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവിധ വെറൈറ്റിയും നല്ല പുതിയ ലേറ്റസ്റ്റും നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന എല്ലാ തരം പ്ലാന്റ്സും, ഏതും തന്നെ നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തേക്കും പോകേണ്ട എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സും നമ്മുടെ അവിടെ നിന്ന് പ്ലാന്റ്സ് കിട്ടും. ഇപ്പോൾ ഈ പച്ചക്കക്കയുടെ നമ്മൾ പറഞ്ഞല്ലോ, ഈ പച്ചക്കക്ക നിങ്ങൾ ചെയ്യുന്നത് എത്ര kg ആയിട്ടാണ് നിങ്ങൾ ഇപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പോൾ 1 കിലോ ഉണ്ട്, 2 കിലോ ഉണ്ട്, 5 കിലോ ഉണ്ട്, 10 കിലോ ഉണ്ട്, 25 കിലോ ഉണ്ട്. ഏറ്റവും വലിയ ബാഗ് എന്ന് പറഞ്ഞാൽ 25 kgs ആണ്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഈ പച്ചക്കക്ക വേണമെങ്കിൽ നമുക്ക് കിണറിലെ വെള്ളത്തിന്റെ pH കറക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. അതുകൊണ്ട് നല്ല ക്ലിയർ ആവും വെള്ളം ഇടുമ്പോൾ. അതുപോലെ നമുക്ക് മുട്ട ഇടുന്ന താറാവിനോ മുട്ട കോഴികൾക്കോ അങ്ങനത്തെ കാൽസ്യം ആവശ്യമായിട്ടുള്ള കിളികളും എല്ലാത്തിനും നമുക്കിത് തീറ്റയായിട്ട് കൊടുക്കാനും സാധിക്കും. അങ്ങനെയും ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് എവിടെയൊക്കെ ഇപ്പം ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് ഒത്തിരി പേര് ചിലപ്പോൾ അന്വേഷിക്കുക, ഇത് എവിടെയൊക്കെ നിങ്ങൾ ഇത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്? ഇത് നമ്മൾ ആഗ്രോ ബസാർ തൃശ്ശൂർ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഓൺലൈനിലാണ് മെയിനായിട്ട് ബിസിനസ് ചെയ്യുന്നത്, ആമസോണിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആലപ്പി പാർസൽ സർവീസിലാണ് നമ്മൾ കൂടുതലായിട്ട് ഇത് അയക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്പറിൽ വിളിച്ചാൽ മതിയോ? നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ അവിടുന്ന് എല്ലാ കമ്പനിയിൽ നിന്ന് സ്റ്റാഫ് എല്ലാവിധ ഗൂഗിൾ പേ നമ്പറോ എല്ലാ സൗകര്യങ്ങളും അവർ പറഞ്ഞു തരും. ഏത് സ്പോട്ടിലാണ് വരാം, എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരും. എവിടെയാണെങ്കിലും ചെയ്തു തരും. ഇതിന്റെ ടൈമിംഗ് നിങ്ങൾ വിളിക്കേണ്ട സമയം? കമ്പനി ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 10 to 5 വിളിച്ചാൽ കിട്ടുള്ളൂ. സൺഡേ മുടക്കായിരിക്കും ഈ കമ്പനി. അപ്പോൾ 10 മണിക്കും 5 മണിക്കും ഉള്ളിൽ വിളിച്ചാൽ മാത്രം നമുക്ക് അവൈലബിൾ ആവുള്ളൂ ഈ സ്റ്റാഫിനെ. ലാസ്റ്റ് ആയിട്ട് എനിക്ക് അറിയേണ്ട ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം, എല്ലാവർക്കും അറിയേണ്ടതും, ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 20 രൂപയും പ്ലസ് ടാക്സ് 5%. അപ്പോൾ അങ്ങനെ 21 റുപ്പീസാണ് പെർ kgക്ക് വരുന്നത്. 21 രൂപ പെർ kg. അതിപ്പോൾ എത്ര എടുത്തു കഴിഞ്ഞാലും അത് ഒരേ റേറ്റ്? അതെ, ഒരേ റേറ്റ് തന്നെയാണ്. പാർസലിന്റെ കാശ് നിങ്ങൾ എക്സ്ട്രാ അവിടെ പാർസൽ സർവീസ് കമ്പനിക്ക് നിങ്ങൾ പേ ചെയ്യണം. കമ്പനിക്ക് എപ്പോഴും നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി കമ്പനിയിൽ നിന്ന് എടുക്കണ്ടോ അതിന്റെ പൈസ മാത്രം കമ്പനിയിൽ പേ ചെയ്താൽ മതി. ആലപ്പി പാർസൽ സർവീസിലാണെങ്കിൽ അവിടെ വന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ ഡെലിവറി എടുക്കാൻ പോകുമ്പോൾ ആ പാർസലിന്റെ പൈസ അവിടെ പേ ചെയ്താൽ മതി. കമ്പനി ഞാൻ ഒറ്റയ്ക്കല്ല നടത്തുന്നത്, ഒരു പാർട്ട്ണർ ഉണ്ട്, സന്തോഷ്. ആൾക്ക് അലുമിനിയത്തിന്റെ കമ്പനിയുണ്ട്, ലയൺ ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞ അലുമിനിയം കമ്പനി. നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങൾ 2 പേരും കൂടിയിട്ടാണ് ഈ കക്ക പൊടിക്കുന്ന ഈ സംരംഭം ചെയ്യുന്നത്. എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യം, വലിയ സന്തോഷമുണ്ട്. കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നതിൽ, കൃഷിയുടെ ബന്ധപ്പെട്ടും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഇത്രയാണ് ഹൈഫീൽഡ് കേരള കമ്പനിയുടെ വിശേഷങ്ങൾ. എന്തിനൊക്കെ ഇത് ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ ഈ ഒരു പൊടി ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ ജോസേട്ടൻ നമ്മളെ മുന്നിലേക്ക് കാണിച്ചിട്ടുണ്ട്. കുമ്മായത്തിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് പച്ചക്കക്ക പൊടി എന്ന് പറയുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ ഈ കമ്പനിയുടെ പുറകിൽ മറ്റൊരാൾ കൂടി ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സന്തോഷേട്ടൻ്റെ 2-3 വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ കഞ്ചിക്കോടുള്ള അലൂമിനിയം ഗേറ്റ് ഉണ്ടാക്കുന്നതും പാത്രങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ആ ഒരു പാർട്ണർ കൂടിയാണ് ഈ സന്തോഷേട്ടനും അതേപോലെ തന്നെ ജോസേട്ടനും കൂടിയിട്ടാണ് ഈ ഒരു പച്ചക്കക്കയുടെ ഈ ഒരു കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഞാൻ
എന്നും കൊടുക്കുന്ന പോലെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.